ആരാത്? ഗുഡ് മോർണിംഗ് സാർ. എൻ്റെ പേര് SI മാണിക്യം, മണ്ണാങ്കട്ടി മാണിക്യം. അക്കരപ്പട്ടിയിൽ നിന്ന് പുതുതായി ട്രാൻസ്ഫറായി വന്ന ഓഫീസറാ. നമ്മുടെ സ്റ്റേഷനിൽ വന്ന് ചാർജ് എടുത്തതിന് ശേഷം വലിയ വലിയ ആൾക്കാരെ ഒന്ന് പോയി നേരിട്ട് കണ്ടില്ലെങ്കിൽ എനിക്ക് തന്നെ അതിൻ്റെ നഷ്ടം. അതുകൊണ്ടാണ് നിങ്ങളെപ്പോലുള്ള വലിയ വലിയ ആൾക്കാരെ നേരിട്ട് വന്ന് കാണാമെന്ന് വിചാരിച്ചത്. വാട്ട് കാൻ ഐ ഡു യു സർ? വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഇതുപോലൊരു ഇൻസ്പെക്ടർ എന്റെ കൂടെ മറ്റും ഉണ്ടായിരുന്നെങ്കിൽ. എന്തൊരു അഹങ്കാരമാണ് അവന്. ആരെയാ മോളെ നീ ഇങ്ങനെ ചീത്ത വിളിച്ചോണ്ട് വരുന്നേ? അവനാ ആ ഗോപി. വന്ദനം മാഡം ജി. കണ്ടപ്പോൾ തന്നെ ആളെ എനിക്ക് മനസ്സിലായി. നിങ്ങൾ രാധയാണെന്നുള്ള കാര്യം അപ്പം തന്നെ എനിക്ക് മനസ്സിലായി. SI മാണിക്യം, നിങ്ങളുടെ അച്ഛൻ്റെ സുരക്ഷയാണ് എനിക്ക് ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. പറയൂ, എന്താ ഞാൻ ചെയ്യേണ്ടത്? എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ ഹാർമോണിയപ്പെട്ടി ഇടിച്ചു തകർത്തു. അവൻ എന്റെ കാറിന്റെ ചില്ലല അടിച്ചു തകർത്തു. നീ ആരോട് വേണമെങ്കിലും പോയി പറയാനാ അവൻ പറഞ്ഞു. വിവരമില്ലാത്തവനെ ഒന്നും മിണ്ടാതിരിക്കടാ. ഞാൻ അവനെ ചീത്ത വിളിക്കും, നീ എന്തിനാടാ SR എന്ന് പറയുന്നത്? SP സാർ ചില സമയത്ത് എന്നെ അങ്ങനെയൊക്കെ വിളിക്കാറുള്ളത്, അതുകൊണ്ടാണ് പെട്ടെന്ന് വിളിക്കേണ്ടത്. ആ ഗോപിക്ക് എന്ത് അഹങ്കാരം ഉണ്ടായിട്ടാ എന്റെ മോളെയും അവമാനിച്ച് അവളുടെ കാറും തല്ലി തകർത്തിരിക്കുന്നു. അവനോട് എനിക്ക് പ്രതികാരം ചെയ്യണം. ഞാൻ ഏറ്റു ആ കാര്യം. ഐ ആം ഹിയർ. വൈ ഫിയർ? നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ആരും അറിയാതെ അവനെ ഗുണ്ട ആക്ട് പ്രകാരം ഞാൻ അവനെ അറസ്റ്റ് ചെയ്യും. തെളിയാതെ കിടക്കുന്ന പല കേസുകളും അവന്റെ പെടലേക്ക് വെച്ച് അവനെ ഞാൻ ജയിലിലിടും. ദാറ്റ്സ് ഓൾ. അത് മതിയല്ലോ. എന്താന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ചെയ്യ്. എന്നെ അപമാനിച്ചവനെ പോലീസിന്റെ സഹായത്താൽ ശിക്ഷിച്ചാൽ അതെനിക്ക് നാണക്കേടാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ച് റൗഡികളെ അയച്ചിട്ട് അവന്റെ കൈയും കാലും നമുക്കങ്ങ് എടുത്തു കളയാം. പിന്നെന്താ? അതിനെന്തിനാ റൗഡികളൊക്കെ? ആരുടെ പൊക്കമുള്ള ഞാനിവിടെ ഉണ്ടല്ലോ. നമ്മുടെ നാടിന് അഭിമാനമായ വീരപുരുഷൻ. എനിക്ക് വിട്ടുതാവനെ. എനിക്ക് പോലീസിന്റെ ഒരു സഹായവും വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ കാക്കി ഉടുപ്പിട്ട് കഴിഞ്ഞാൽ കർക്കശക്കാരനായ ഉദ്യോഗസ്ഥൻ. കാക്കി ഊരിയിട്ടാൽ ഞാനൊരു റൗഡി. എന്റെ ലുക്ക് കാണുമ്പോ തന്നെ അവൻ ഞെട്ടിയിരിക്കും. അത് തന്നെ വേണം. ഓ, ടൈഗർ രാമനോ, വാ വാ. നമസ്കാരം. മോനെ ഗോപി. എടാ, നീ സൂര്യചന്ദ്ര റാവുവിന്റെ മകളോട് അനാവശ്യമായിട്ട് എന്തെങ്കിലും പെരുമാറിയോ? ഇപ്പൊ പുതുതായി വന്ന SI അതിനെക്കുറിച്ച് നിന്നോട് ചോദിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുക. നിന്നോട് അടുത്തുള്ള ഫാക്ടറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുക. ഞാൻ വാ തുറന്നു പറയാൻ പാടില്ലെങ്കിലും പറയുക. അവൻ വെറും വൃത്തികെട്ടവനാ. ഓഹോ, എന്തായാലും ഹാർമോണിയം ഞാൻ റിപ്പയർ ചെയ്തെടുത്തു. അതുകൊണ്ടായില്ലല്ലോ, ബാക്കിയും കൂടി റിപ്പയർ ചെയ്തേ പറ്റൂന്നാ തോന്നുന്നത്. ഇങ്ങ് നോക്ക് ഹാർമോണിയപ്പെട്ടി. എന്റെ ദൃഷ്ടി പതിഞ്ഞാ മതി, നീ തീർന്നു പോവും. എൻ്റെ അച്ഛൻ എപ്പോഴും എനിക്ക് 2 കാര്യങ്ങൾ നന്നായിട്ട് അറിയാമെന്ന് പറയാറുണ്ട്. ഒന്ന്, രണ്ട്, ഇത്.
ഇന്ന് കയ്യും കാലും ഒടിഞ്ഞ് അഡ്മിറ്റ് ആയ ആൾ ഏത് റൂമിലാ? ആ മുഖത്ത് പാടുള്ള ആളല്ലേ? ആ, അപ്പൊ അയാൾ ഇവിടെ ദേ ആ തന്നെ. മുറിയിലുണ്ട്. ലലലാ. ഹലോ സാർ, ഗോപി. ആ അതെ, ഹാർമോണിയം വായിക്കുന്ന നിന്നെ ഇപ്പോ ഹാർമോണിയം വായിക്കുന്ന പോലെ ആക്കിയല്ലോ. ദേ നോക്കിയേ, മീശക്കാരനും ദോശക്കാരനും എന്നൊക്കെ പറഞ്ഞ് വാൾ പോസ്റ്റർ നോക്കി പേര് വെച്ചാൽ ശരിയാവില്ല. എന്റെ അടുത്ത് കളിച്ചാ നിന്റെ അവസ്ഥ ഇതായിരിക്കും. ഒരു തവണ തമാശക്ക് ഞാൻ ഇവിടം തൊട്ട് ഹാർമോണിയം ഒന്ന് വായിച്ചു നോക്കട്ടെ. നീയോ? നീ അവന്റെ കൈയും കാലും തല്ലി ഒടിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിന്റെ കൈയും കാലും ആണല്ലോ തല്ലി ഒടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഹാർമോണി പെട്ടിക്കാരനെ അടിച്ചൊതുക്കാൻ വേണ്ടി തന്നെ ചെന്നതാ. അവൻ എന്റെ കൈയും കാലും തല്ലി ഒടിച്ചു. ആർക്ക്? Shut up. നീ ഇവിടെ കിടന്ന് ചാവ്. എന്നെ നടു റോട്ടിൽ അപമാനിച്ചവനെ എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട്. അയ്യോ, സൂര്യചന്ദ്രരാഹുവിന്റെ മോളോ? അതെ. നിങ്ങൾ എന്നേക്കാൾ മുതിർന്നവരല്ലേ? നിങ്ങൾ എന്നോട് ക്ഷമിക്കില്ലേ? എനിക്കറിയാം നിങ്ങൾ ആരും എന്നോട് ക്ഷമിക്കില്ലെന്ന്, ഒരിക്കലും ക്ഷമിക്കില്ലെന്ന്. പവിത്രമായ ആ ഹാർമോണിയം എൻ്റെ അഹങ്കാരം കൊണ്ടും ദേഷ്യം കൊണ്ടും ഞാൻ തല്ലി തകർത്തു. വലിയൊരു തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് എനിക്കറിയാം. അച്ഛൻ്റെ മോളായി കരുതി എന്നെ അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നോട് ക്ഷമിക്കും മോളെ, പക്ഷെ എന്റെ അളിയന്റെ കാര്യം എനിക്കറിയില്ല. അച്ഛാ, ഞാൻ തെറ്റുകാരിയാ. അച്ഛൻ്റെ മോനെ ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ഒരുപാട് ദ്രോഹിച്ചു. ദയവേത് എന്നോട് ക്ഷമിക്കണം. അളിയ, ഇവള് കരയുന്ന കാണുമ്പോ എനിക്ക് തന്നെ കരച്ചിൽ വരിക. ഒരു പെണ്ണിന്റെ കണ്ണീര് ഈ വീട്ടിൽ വീഴാൻ പാടില്ല. അതുകൊണ്ട് ക്ഷമിച്ചു എന്ന് പറ അളിയ. ഞാൻ ക്ഷമിക്കുവേടാ, പക്ഷെ അവൻ ക്ഷമിക്കണ്ടേ? അവന്റെ തീരുമാനങ്ങളൊന്നും ഒരിക്കലും മാറില്ല. അങ്ങനെ പറയരുത്. അച്ഛൻ എന്നോട് ക്ഷമിച്ചു എന്ന് പറയണം. എന്നോട് For more updates, like, comment, subscribe to our channel.